നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമുകളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഇത് കേരളത്തിൻ്റെ UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോ പോലെ വന്നിരിക്കുകയാണ്. അതും വന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ കേരള യാത്രയുടെ സമാപന സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. അത് 5 ഗ്യാരണ്ടികൾ. ഒന്ന്, KSRTCയിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഏകദേശം കർണാടകത്തിലും കോൺഗ്രസ് ചെയ്തതാണ്, അപ്പോൾ അതുകൊണ്ട് അതിൽ പുതുമയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു പുതുമയായിട്ട് തോന്നിയത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ ഒരു കുടുംബത്തിന്, അത് വളരെ സിഗ്നിഫിക്കൻ്റ് തോന്നി. ബാക്കി ക്ഷേമ പെൻഷൻ്റെ കാര്യമാണെങ്കിലും യുവാക്കൾക്കുള്ള ലോണിൻ്റെ കാര്യമാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ. സർ, എനിക്ക് തോന്നുന്നത് നല്ല ഓരോരുത്തർ പറഞ്ഞാൽ നല്ല സജഷൻസ്, നല്ല ജനക്ഷേമപരമായ നല്ലൊരു വാഗ്ദാനങ്ങൾ. പക്ഷെ ഇതിനൊക്കെയുള്ള പൈസ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി കേരള സർക്കാരിനുണ്ടോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ സർ? അതെ, ചെറിയ ഒന്ന് താങ്കൾ ഉന്നയിച്ച യഥാർത്ഥ പ്രശ്നം കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അവസ്ഥയും. അതായത് ഇപ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പോലും തികച്ചും സൗഹൃദപരമായിട്ടുള്ള ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധം സാധ്യമല്ല എന്ന് നമുക്ക് കർണാടക കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ബംഗാളും മോഡി സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. നമുക്ക് സാമ്പത്തികമായി ഈ കേന്ദ്ര സർക്കാരിന്റെ ഉപരോധത്തെ കൂടി മറികടന്നുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾക്കുള്ള പണം കണ്ടെത്താൻ. അതൊരു യഥാർത്ഥ താങ്കൾ ഉന്നയിച്ച പോലെ തന്നെ ഇതെല്ലാം ഞാൻ ഈ പറയുന്ന പോലെ താങ്കൾ ഏത് ക്ഷേമ പരിപാടിയെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അത് നല്ല ഉദ്ദേശത്തോടു കൂടിയും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ 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 കേരളത്തിലെ ജനങ്ങളുടെ ഇന്നത്തെ സാമൂഹിക സന്ദർഭത്തിന് യോജിച്ചതുമായിട്ടുള്ള പദ്ധതികൾ തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ താങ്കൾ ഉന്നയിച്ച അടിസ്ഥാന പ്രശ്നം, ഫെഡറൽ വ്യവസ്ഥ ഇത്രയ്ക്ക് ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇതിനുള്ള വേണ്ട റിസോഴ്സസ് കണ്ടെത്താൻ കഴിയും എന്നുകൂടി. പക്ഷെ ഒരുപക്ഷെ എനിക്ക് UDFിന്റെ മാനിഫെസ്റ്റോയിൽ അത് വന്നേക്കാൻ സാധ്യതയുണ്ട്. താങ്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ബഡ്ജറ്റിന് പുറത്തുള്ള ധനശേഖരണത്തിന് CPM-ഉം അല്ലെങ്കിൽ തോമസ് ഐസക്കും ഒക്കെ കണ്ടെത്തിയ കിഫ്ബി എന്തായാലും UDFന് സ്വീകാര്യമല്ല. അതും വളരെ ഇനി കിഫ്ബി ഒരു കോൺഗ്രസ് നയിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ കിഫ്ബിയെ പോലെ ഒരു ബഡ്ജറ്റിന് പുറത്ത് വിഭവങ്ങൾ സമാഹരിക്കാനുള്ള അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഒരു കടമെടുപ്പിനും മറ്റും തുനിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്ര ശക്തമായിട്ടാണ് കിഫ്ബിക്കെതിരായിട്ടുള്ള UDFിന്റെ രാഷ്ട്രീയ ഇത്രകാലത്തെ ഉള്ളത്. അപ്പൊ പിന്നെ ഇത് എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളത് യഥാർത്ഥ പ്രശ്നമായി അവശേഷിക്കുന്നു. കുറഞ്ഞത് UDFിന്റെ മാനിഫെസ്റ്റോ വരെയെങ്കിലും നമുക്ക് കാത്തിരിക്കാം. അത് തീർച്ചയാണ്. അപ്പൊ അത് ഞാൻ തങ്ങളോട് യോജിക്കുന്നു. ഞാനിതിനെ കാണുന്നത് കേരളത്തിൻ്റെ സമ്പദ്ഘടന പറ്റി ഒരു ചർച്ച ആവശ്യമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന്, ഡൽഹിയിലിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് തോന്നി എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇടതുപക്ഷം വന്നാലും UDF വന്നാലും പൊതുവെ തോമസ് ഐസക്കിൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ ഒരു സമ്പദ്ഘടനയെ പറ്റി ഒരു ചർച്ച, അല്ലെങ്കിൽ കിഫ്ബി പോലൊരു സ്ഥാപനം വേണം എന്നുള്ളൊരു തോന്നലുണ്ടായത്. അല്ലെങ്കിൽ സാധാരണ ബജറ്റ് അവതരിപ്പിക്കാനും ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഫൈനാൻസ് മിനിസ്റ്റർ എന്നാണ് നമ്മളൊക്കെ ഒരു ആവറേജ് മലയാളി ധരിച്ചു വച്ചിരിക്കുന്നത്. അതായത് ഒരു സമ്പദ്ഘടനയെ മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ള നയപരിപാടികൾ
ഡോക്ടർ മൻമോഹൻ സിംഗ് 91 നമുക്ക് കാണിച്ചു തന്നു എങ്ങനെ അത് ചെയ്യാം. ഒരു ധനമന്ത്രി, പൊളിറ്റിക്കൽ ബ്രീഫുള്ള ഒരു ധനമന്ത്രി, അങ്ങനെ ഒരു ധനമന്ത്രി കേരളത്തിനെ, എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒന്ന് ചിന്ത പോലും പോയത് തോമസ് ഐസക്കിന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരു എക്കണോമിക്സ് ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് അത് തോന്നി എന്ന് പറയാം. അതാണോ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ കേരളത്തോട് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും പൊളിറ്റിക്കൽ അവസ്ഥയും രണ്ടും ആവശ്യപ്പെടുന്നത് എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നില്ലേ സർ? ശരിയാണ് ചെറിയാൻ, ആ സംശയം, ആ ആശങ്ക ഞാനും പങ്കിടുന്നു. അതാണ് ഞാൻ വീണ്ടും പറഞ്ഞത്, UDF എന്ത് ഈ വിഭവ സമാഹരണത്തിന് കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ എന്ത് പോംവഴിയാണ് അവർ രാഷ്ട്രീയവുമായും സാമ്പത്തികവുമായും അവർ കണ്ടിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിനെ ഞാൻ മനസ്സിലാക്കിയത് വികസനോന്മുഖമായ, അതായത് ഇപ്പോ പിണറായി വിജയൻ പറയുന്നതിന്റെ അതേ സ്വരത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും വികസനം, കൊച്ചിൻ മെട്രോ, LNG ടെർമിനൽ, ഈ വൻ പദ്ധതികളെ സംബന്ധിച്ചും പശ്ചാത്തല സൗകര്യ വികസനത്തിനെ സംബന്ധിച്ചും ഏറ്റവും ഊന്നിയുള്ള ഒരു രാഷ്ട്രീയ ഒരു ഡിസ്കോഴ്സ് ആയിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെതെന്ന് നമ്മൾ മറക്കരുത്. അതായത് നമ്മളുടെ ആദ്യ 57-ലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പോലെയോ, അല്ലെങ്കിൽ 67-ലെ സപ്തകക്ഷി മന്ത്രിസഭ പോലെയോ, പിന്നീട് VS അച്യുതാനന്ദന്റെ പോലെയോ സാമൂഹിക ക്ഷേമത്തിലും, അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രരായിട്ടുള്ള സാമൂഹിക മേഖലയ്ക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു സാമ്പത്തിക നയമല്ല പിൽക്കാലത്തെ ഈ പിണറായി സർക്കാരിന് മുൻപുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ CPM കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ നയിച്ചിരുന്നു. അതിൽ ഉമ്മൻചാണ്ടിയുടെ ഒരു സാമ്പത്തിക നയത്തിന് തുല്യമാണ് പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷത്തെ സമീപനം. വൻ പദ്ധതികൾ വരുന്നു, സാമ്പത്തിക റോഡിന്റെയും ഇൻഫ്രാസ്ട്രക്ചറിന്റെയും വികസനത്തിൽ ഒന്നും കേന്ദ്രവുമായി സഹകരിച്ച് കൂടുതൽ പൈസ കൊടുത്തിട്ടായാലും ഹൈവേ കൊണ്ടുവരുന്നു. അത് ശരിക്കും ഉമ്മൻചാണ്ടിയുടെ അതേ ശബ്ദമാണ്. ഞാൻ വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇപ്പൊ ഒരു വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു CPM സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായി ഈ കേരളത്തിൽ കണ്ടത്. പിന്നീട് നമുക്ക് കോവിഡിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും ഒരു സാഹചര്യത്തിൽ സാമൂഹിക ഇടപെടലും സാമൂഹിക സുരക്ഷയ്ക്കും ഉള്ള ഉത്തരവാദിത്തം പിണറായി വിജയൻ സർക്കാർ ഏറ്റെടുത്തു എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. അതില്ലെങ്കിൽ ഇത് വൻ പദ്ധതികളുടെ, ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ പോലെയോ പഴയ നമ്മുടെ നായിഡുവിന്റെ പോലെ തെലുഗു ദേശത്തിന്റെ അതേ ഒരു തരത്തിലുള്ള, ഇവിടെ നിന്നായാലും വേൾഡ് ബാങ്കിൽ നിന്നായാലും ഇവിടെ നിന്ന് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം കേന്ദ്രത്തിൽ നിന്നെല്ലാം കടമെടുത്തുകൊണ്ട് കിഫ്ബി എന്നുള്ള ഒരു പുതിയ ഉപകരണം രൂപപ്പെടുത്തിക്കൊണ്ട് ഈ വികസനം എന്നുള്ള ഒരു മൊത്തം പരിപ്രേക്ഷ്യം എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി സർക്കാരും പിണറായി സർക്കാരും ഒരേപോലെ കൊണ്ടുവരികയാണ്. അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി സർക്കാർ, അല്ലെങ്കിൽ പിണറായി നയിക്കുന്ന സർക്കാർ, അല്ലെങ്കിൽ ഇനി ഇടതുപക്ഷത്തിന് ഒരു 3ാം സാധ്യത ഉണ്ടെങ്കിൽ അവർ നടപ്പിലാക്കാൻ പോകുന്നതും ഇത്തരത്തിലുള്ള വൻ പദ്ധതികളെ സംബന്ധിച്ച് അവരും പറയുന്ന ഇതാണ്, കേരളത്തെ ഒരു വൻ നഗരമായി കണ്ട് വികസിപ്പിക്കുമെന്നാണ്. ഒരു 350-360 കിലോമീറ്റർ നീളവും ചെറിയ വീതിയുമുള്ള ഒരു സിംഗപ്പൂർ പോലെ കാണുമെന്നാണ് നമ്മളുടെ ഗോവിന്ദൻ മാഷൊക്കെ പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവിടെയാണ് എന്റെ ചോദ്യം പ്രസക്തമാകുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം, കേരളത്തിന്റെ ഈ അടുത്തിടെ അല്ലെങ്കിൽ ഒരു 10-30 വർഷമായിട്ടുള്ള ധനകാര്യ മന്ത്രിമാരൊക്കെ ബജറ്റ് അവതരിപ്പിക്കുന്നവരും ടാക്സ് കളക്ട് ചെയ്യുന്നവരും അലോട്ട്മെന്റ് കൊടുക്കുന്നവരും അല്ലാതെ ഒരു ലോങ് ടേം എക്കണോമിക് പ്ലാനിങ് എന്ന് എനിക്ക് തോന്നുന്നത് അത് സംസാരിച്ചു തുടങ്ങുന്നത് ഡോക്ടർ തോമസ് ഐസക് മാത്രമായിരിക്കും. എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമൊന്നുമില്ല. കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം ഇന്ത്യയിൽ ഇപ്പം താങ്കൾ പ്രത്യേകിച്ച് നായിഡുവിന്റെ കാര്യം പറയാം. നായിഡു ചെയ്തത് ഹൈദരാബാദ് എന്ന സിറ്റിക്ക് പാരലായിട്ട് സൈബറാബാദ് എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു സിറ്റി തന്നെ അദ്ദേഹം പടുത്തു നിർത്തി. അവിടെയാണ് തെലങ്കാന ഇന്ന് കർണാടകം പോലെയോ തമിഴ്നാട് പോലെയോ വികസിച്ചിട്ടുണ്ട്. അതിന് കാരണം അതാണ്. അത് കേരളത്തിൽ നടക്കാൻ സാധ്യമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. എന്നുവെച്ചാൽ കേരളത്തിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞതാണ്,
ഒരു ലോങ് സബർബാണ് ഒക്കെ സമ്മതിച്ചു. പക്ഷേ ഇവിടെ എന്ത് ഭൂമി അക്വയർ ചെയ്താലും അവിടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് കേന്ദ്രം പറഞ്ഞാൽ നിങ്ങൾ ഭൂമി എടുത്ത് തരൂ, ഞങ്ങൾ ബാക്കിയെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞത്. ആ ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക പുരോഗതി? അതാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനം, അതിന് ഞാൻ പറഞ്ഞത് എന്ത് കണ്ടുകൊണ്ടാണ് ഈ, ഞാനൊരു ചുരുക്കി പറയുകയാണെങ്കിൽ കർണാടക മോഡൽ അല്ലെങ്കിൽ ആപ്പ് മോഡൽ, വടക്കേ ഇന്ത്യൻ മോഡൽ പരിപാടികൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ വിഭവ സമാഹരണത്തിന് എന്തെങ്കിലും സാമ്പത്തിക പരിപാടി UDF-നും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിനും കേരളത്തിൽ ഉണ്ടോ? ഇത് അടിസ്ഥാന പ്രശ്നമാണ്. ആ അടിസ്ഥാന പ്രശ്നത്തിന് ഞാൻ യോജിക്കുന്നു. ഒരു കാര്യം കൂടി ഈ പ്രശ്നമുണ്ട്. ഇത് നമുക്ക് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായ ഐസക് സാമ്പത്തിക കാര്യങ്ങളുടെ ചർച്ച മുന്നിൽ കൊണ്ടുവന്നെങ്കിലും ഒരു അടിസ്ഥാന പ്രശ്നത്തിലേക്ക് ഇപ്പോഴും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഉൽപാദന മേഖല, കേരളത്തിൽ ഉൽപാദന മേഖല എന്താണ്? മാനുഫാക്ചറിങ്. കേരളത്തിൽ മാനുഫാക്ചറിങ് ബലത്തിൽ ഇപ്പോഴും ഇല്ല. കേരളത്തിന്റെ എക്സൈസ് ഡ്യൂട്ടിയിലുള്ള വരുമാനം തുച്ഛമാണ്. വാസ്തവത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു ഇത്രയും കേരളത്തിന്റെ പോലെ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ എൻറ്റിറ്റിക്ക് തികച്ചും എക്സൈസ് വരുമാനമില്ല. അതായത് വ്യവസായത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമില്ലാത്ത സംസ്ഥാനമായി കേരളം തുടരുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഹൈടെക് കോറിഡോറുകളും സോഫ്റ്റ്വെയറും ഒക്കെ പറയുമ്പോഴും മാനുഫാക്ചറിങ് അതായത് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഇല്ലാത്ത ഒരു സംസ്ഥാനമായി ബിവറേജസ് കോർപ്പറേഷന്റെയും ലോട്ടറിയുടെയും കേന്ദ്രത്തിന്റെ പെട്രോളിയം ഉൽപാദനങ്ങളുടെ സെസ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു വിഭവങ്ങൾ മാത്രം കൊണ്ട് ദൈനംദിന ചെലവുകൾ നടത്താൻ കഴിയുന്ന ഒരു സംസ്ഥാനം കൊണ്ട് മാത്രം എങ്ങനെ കടമെടുക്കാതെ, കിഫ്ബി ഇല്ലാതെ, ബഡ്ജറ്റിന് പുറത്തു വരുമാനങ്ങൾ ഇല്ലാതെ എത്ര കാലം തുടരാൻ പറ്റുമെന്നുള്ള അടിസ്ഥാന പ്രശ്നമുണ്ട്. അത് കേരള വികസനത്തിന്റെ അല്ലെങ്കിൽ കേരള മാതൃക അല്ലെങ്കിൽ കേരള അനുഭവത്തിന്റെ ഇപ്പോഴും നമ്മളെ കുഴക്കുന്ന പ്രശ്നമാണ്. സേവന മേഖലയിലുണ്ട്. നമ്മുടെ NRI പോപ്പുലേഷന്റെ ഒരു ശക്തിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുറിച്ചു കടന്നുകൊണ്ട് കേരളത്തെ എങ്ങനെ ഒരു വികസിത സംസ്ഥാനമാക്കാൻ കഴിയും? ഇതാണെന്ന് തോന്നുന്നു. അതായത് എൽഡർ സിറ്റിസൺ, സീനിയർ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി ഒരു മന്ത്രി ഉണ്ടാവും. അതായത് ഒരു വകുപ്പ് പോലുമല്ല, അതിനൊരു മിനിസ്റ്റർ ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ 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 കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ അതിവേഗം വാർദ്ധക്യം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് കേരളം. കേരളത്തിലെ 60 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ പ്രശ്നങ്ങൾ വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ പോലും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വേണ്ടത്രയും കേരളത്തിൽ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. എങ്ങനെയാണ് ഈ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യവും മറ്റു വെൽഫെയറും അവരെ ഉപയോഗിക്കാൻ കഴിയുമോ? ഇത്ര 50, 55 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്യുന്ന ഒരു ആളുകൾ ഇപ്പോൾ അവരുടെ കപ്പാസിറ്റിയുടെ പീക്കിൽ സർക്കാർ സർവീസിൽ നിന്നും മറ്റും വിരമിക്കേണ്ടി വരുന്നവരെ എങ്ങനെ ഉപയോഗിക്കാം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അത് കേരളത്തിൽ ജനങ്ങളെ തീർച്ചയായും എനിക്ക് തോന്നുന്നു കേരളത്തിലെ വോട്ടർമാരെ ആകർഷിക്കുന്ന ഒരു വാഗ്ദാനമാണ്. പക്ഷേ അതിനും നാം ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, അതിനും ഈ ഭരണച്ചിലവ് ഇത്ര അധികമുള്ള ഒരു മന്ത്രി വേണമോ? മന്ത്രിയും അതിന്റെ ചുറ്റുവട്ടങ്ങളും വേണമോ? അവിടെയാണ് എന്റെ കൺക്ലൂഷൻ. ഇതാണ് രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ മറ്റു പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് IT ഇൻഫോ പാർക്കിൽ അദ്ദേഹം ചെയ്ത ഒരു ഇന്ററാക്ഷൻ, അവിടെയൊക്കെ പറഞ്ഞേക്കുന്നത് എനിക്ക് കേരളത്തോട് പ്രത്യേക സ്നേഹമുണ്ട്. കാര്യം വെച്ചാൽ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൻ്റെ എക്കണോമിയിൽ നേരിട്ട് ഇടപെടാൻ, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ എക്സ്പേർട്സ്, പുള്ളിപ്പം RBI ഗവർണർ രാജനാണെങ്കിലും
സാം പിട്ടോടെ ആണെങ്കിലും അങ്ങനെയുള്ളവരുടെ ഒരു തിങ്ക് ടാങ്ക് ഇതിനെ ആശ്രയിക്കേണ്ടി വരും കേരളത്തിന്റെ എക്കണോമിയെ ഉടച്ചു വാർക്കാൻ. എനിക്ക് എന്റെ ഒരു ഹഞ്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് മനസ്സിൽ എന്തോ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവിടുത്തെ IT പാർക്കില് ഇന്നലെ ഇൻഫോ പാർക്കിൽ പറഞ്ഞ ആ ഇന്ററാക്ഷൻസിൽ വളരെ ക്ലിയർ ആണ് അദ്ദേഹം പല കാര്യത്തെക്കുറിച്ചും. പ്രത്യേകിച്ച് പുതിയ ടെക്നോളജി എങ്ങനെ ഉപയോഗിക്കണം, എന്താണ് മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിന്റെ പുറകിൽ കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ ഉടച്ചു വാർക്കാനുള്ള ഒരു ശ്രമം, അതായത് ഇപ്പം കോൺഗ്രസ് അധികാരത്തിൽ വരുവാണെങ്കിൽ ഏത് ധനകാര്യമന്ത്രി ആയാലും അവർ ഈ ഒരു മാൻഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ താങ്കൾ തീർച്ചയായിട്ടും എന്തെങ്കിലും കണ്ടുകൊണ്ടല്ലാതെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം നടത്തുകയില്ല എന്ന് താങ്കൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഏതെങ്കിലും വിദഗ്ധ സമിതിയുടെ ഒരു ധാരണയിൽ നിന്ന് കേരളത്തിന്റെ പ്രശ്നങ്ങൾ, അതായത് പ്രായം കൂടി വരുന്ന ഒരു സമൂഹം, പെൺകുട്ടികൾക്ക് ഇപ്പോഴും ജോലിയിൽ പങ്കാളിത്തം കുറവുള്ള സമൂഹം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം അഡ്രസ് ചെയ്തിരിക്കുന്നതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിന് എവിടെ വിഭവം കണ്ടെത്തും എന്നുള്ളതിന് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളത്തിന് ഈ വിഭവ സമാഹരണത്തിൽ, ആഭ്യന്തര വിഭവ സമാഹരണത്തിൽ എന്ത് പുതിയ പാന്താവാണ്, എന്ത് വിധത്തിലുള്ള സോഴ്സാണ് അദ്ദേഹം കാണുന്നത്? സർവീസ് ഇൻഡസ്ട്രി ആണോ? IT സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മൾ ഹൈ എൻഡ് IT-യിലല്ല. ഹൈ എൻഡ് IT ആ ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇന്നത്തെ സാമ്പത്തിക രംഗം മുടച്ചു വാർക്കേണ്ടിയിരിക്കുന്നു, ഇങ്ങനെ പോയാൽ പറ്റത്തില്ല എന്ന്. അത് തീർച്ചയായിട്ടും ആ കാര്യത്തെ സംബന്ധിച്ച് കേരള മാതൃക വഴിമുട്ടി നിൽക്കുകയാണെന്ന് ഞാനും ചെറിയാനും പിണറായി വിജയനും രാഹുൽ ഗാന്ധിക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിന്റെ നമ്മൾ ഇതുവരെ പൊട്ടിഘോഷിച്ച കേരള അനുഭവം അല്ലെങ്കിൽ കേരള മാതൃക ഒരു ദിശാസന്ധിയിലാണ്, വഴിമുട്ടി നിൽക്കുകയാണ്. അത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനത്തോടുകൂടി അത് കൂടുതൽ മൂർച്ഛിച്ചിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ വേണ്ട പുതിയ ചിന്ത തന്നെ വേണ്ടിവരും. അല്ലാതെ ഉമ്മൻചാണ്ടിയുടെ അതേ കൊച്ചി മെട്രോ അല്ലെങ്കിൽ മറ്റേ കൊച്ചിൻ ടെർമിനൽ എന്ന് അത്തരത്തിലുള്ള, അല്ലെങ്കിൽ അത് പോരാ, അത് മതിയാവില്ല. പഴയ രീതിയിൽ പറ്റത്തില്ല. കണ്ടിട്ടില്ല. അതൊക്കെ ഇടപെടലിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അത് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്യാതെ ഒരിക്കലും ഈ ഗ്യാരണ്ടി നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാസ്തവമാണ്. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി നമ്മൾ വീണ്ടും വരും.